ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ ഹെൽത്തിയായ ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നല്ല പഴുത്ത ഏത്തപ്പഴം വെച്ചാണ് നമ്മൾ ഈ വളരെ സോഫ്റ്റായ ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അതിനുവേണ്ടി നമുക്ക് ഒരു പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഒന്ന് വറുത്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് കൂടി വറുത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പഴുത്ത ഏത്തപ്പഴമാണ്. നന്നായി തന്നെ പഴുത്ത ഏത്തപ്പഴമായിരിക്കണം. ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ കിസ്മിസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ സ്മൂത്തായി വേണം അരച്ചെടുക്കാൻ. നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഞാൻ 1 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിലാണ്. നിങ്ങൾ വേണമെങ്കിൽ 1 ഗ്ലാസ് റവ ചേർത്ത് കൊടുത്താൽ മതി. വറുത്തതോ വറുക്കാത്തതോ ആയ റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനൊരു 2 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കരിപ്പട്ടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിന് വേണ്ടിയിട്ട് 1 കപ്പ് കരിപ്പട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കരിപ്പട്ടി വെച്ചാൽ പനഞ്ചക്കരയാണ്. അതിന് പകരം നിങ്ങൾക്ക് വെല്ലം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇതാണ് കേട്ടോ കരിപ്പട്ടി. ഇത് നമുക്ക് എല്ലാ ഗ്രോസറി ഷോപ്പിലും കിട്ടുന്നുണ്ട്. ഇത് വലിയൊരു കട്ടയാണ്. ഞാൻ പൊടിച്ചതിൽ ചേർത്താണ്. ഇതിൽ തീരെ അഴുക്കൊന്നുമില്ല. ഇതിനു മുന്നേ ഞാൻ പാനിയാക്കി നോക്കിയിരുന്നു അരിച്ചപ്പം. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തത്. നിങ്ങൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നതാണെങ്കിൽ അതൊന്ന് പാനിയാക്കിയിട്ട് അരിച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാരണ വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്, തിളച്ച വെള്ളമൊന്നുമല്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കണം. മൂടി വെക്കേണ്ടതൊന്നും ആവശ്യമില്ല, ഇതുപോലെ വേവിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1/2 കപ്പ് മെഷർമെൻറ്റിലുള്ള കപ്പാണ്. അതിൽ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നെയ്യ് ആദ്യം ചേർത്ത നെയ്യാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ റവക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റാഗി ചേർത്ത് കൊടുക്കാം. റാഗി ചേർത്തിട്ട് ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ ടേസ്റ്റ് മാത്രമല്ല, ഒരു ഹെൽത്ത് വൈസ് ഇപ്പം നിങ്ങൾക്ക് റാഗി ചേർക്കണം എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നന്നായി തന്നെ എല്ലാം വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നന്നായി റവയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. കുറച്ചൊന്ന് തണുക്കുമ്പോൾ എന്നിട്ട് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലോ ഇതിൽ ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഓവൽ ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം തന്നെ ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. നിങ്ങൾക്ക് നേന്ത്രപ്പഴത്തിന് പകരം പാളയംകോടൻ പഴമാണ് കയ്യിലുണ്ടെങ്കിൽ അതും എടുക്കുക കേട്ടോ. ഇതേപോലെ അരച്ച് ചേർത്താൽ മതി. അത് ആദ്യം തന്നെ വേവിക്കണമെന്നില്ല. നമ്മൾ റവ ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ടല്ലോ, ആ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കഴിക്കാം കേട്ടോ. പക്ഷേ കുട്ടികൾക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആവാൻ വേണ്ടി നമ്മളിതൊരു പാനിൽ വെച്ച് അതിൽ കുറച്ച് നെയ്യും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കളറാണ് കേട്ടോ ഇതിന്. പഞ്ചസാര ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ പഞ്ചസാരയും നെയ്യും ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് വേറെ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതുപോലെ തന്നെ കഴിക്കാം. ഇത് ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാനിത് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ തന്നെ ഇത് നല്ലൊരു കളറായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് കഴിക്കാം. അല്ല നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ നേരത്തെ ഉണ്ടാക്കിയ പോലെയും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.